ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അറബിക്കിലെ 2021-22 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം അൽ ബയാനാണ്. നെക്രോൽ ഫിക്ര വനുജീബ് അൻ നസിലത്തിൽ ലാത്തിയ. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. കാനത്ത് ലതാ മങ്കേഷ്കർ അഷ്വർ മുഅന്നിയത്തുൽ ഹിന്ദിയ. ലതാ മങ്കേഷ്കർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രസിദ്ധനായ ഒരു പാട്ടുകാരിയായിരുന്നു എന്നാണ് പറയുന്നത്. ഉലിദത്ത് ഫി ഷഹർ 28 സെപ്റ്റംബർ 1929 ഫി മദീനത്ത് ഇന്ദൂർ. 1929 സെപ്റ്റംബർ 28 ഇന്ദൂർ പട്ടണത്തിലാണ് ജനിച്ചത്. വാലിദുഹ ദീനാന്ത. ദീനാന്ത എന്നതായിരുന്നു പിതാവിന്റെ പേര്. വാലിദത്തുഹ ശിവാന്തി. ശിവാന്തി ആയിരുന്നു മാതാവിന്റെ പേര്. ഹസരത്ത് അല ജായിസത്ത് ഭാരതരത്ന ഫി 2021 മീലാദിയ വ പത്മഭൂഷൺ ഫി 1969. 1969 പത്മഭൂഷണും 2001 ഭാരതരത്നയും ലഭിച്ചു. പത്മഭൂഷൺ ഫി 1999. പത്മവിഭൂഷൺ ലഭിച്ചത് 1919 പത്മഭൂഷൺ ലഭിച്ചത് 1969. ഓക്കെ. തുവഫിയത്ത് ഫി 6 ഫെബ്രുവരി സന 2022 മീലാദിയ ബി ബോംബെ. ബോംബെയിൽ 2022 അവർ മരണപ്പെടുകയും ചെയ്തു. ഉംറുഹ അവരുടെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇസ്നാവതിസ്ഊനസന 92 വയസ്സായിരുന്നു അവർക്ക് മരിക്കുമ്പോൾ. ഓക്കെ, ഇനി ചോദ്യങ്ങളിലൊക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം അയിന വുലിദത്ത് ലതാ മങ്കേഷ്കർ. എവിടെയാണ് ലതാ മങ്കേഷ്കർ ജനിച്ചത്? എവിടെയാണ്? ഫി മദീനത്തി ഇന്ദോർ. ഇന്ദോർ എന്ന പട്ടണത്തിലാണ് അല്ലേ. മത്താ തുവഫിയത്ത് അവർ എപ്പോഴാണ് മരണപ്പെട്ടത്? എപ്പോഴാണ്? ഫെബ്രുവരി 6 അല്ലേ. 2022 ഫെബ്രുവരി 6 ഫി സന ഹസുലത്ത് വല ജായിസത് ഭാരതരത്ന. ഭാരതരത്ന എന്നവർക്ക് എന്നാ കിട്ടിയത്? 2001 ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൻഹിയ ലതാ മങ്കേഷ്കർ. ആരായിരുന്നു ലതാ മങ്കേഷ്കർ? അഷ്വർ മുഅന്നിയത്തുൽ ഹിന്ദിയ. ഇന്ത്യയിലെ ഒരു പാട്ടുകാരിയായിരുന്നു അല്ലേ. ഇനി കംസന ആഷത്ത് അവർ എത്ര വർഷം ജീവിച്ചു? അവർ മരണപ്പെടുമ്പോൾ 92 വയസ്സായിരുന്നു. അപ്പോൾ അവർ 92 വർഷം വരെയാണ് ജീവിച്ചത്. ഓക്കെ, 2 മുതൽ 8 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പ്രവർത്തനം ലാഹിയാത്താണ്, പ്ലക്കാർഡുകളാണ്. നെക്രൗ ലാഹിയാത്ത് വ നെഹ്താറു മിൻഹാ മാ യുവാഫിഖു ബിസ്സിഹ. ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിൽ യദേനി കബല തനാവുലു താം. ഭക്ഷണത്തിന് മുന്നേ കൈകൾ വൃത്തിയായിട്ട് കഴുകണം. എന്താണ് അത്? ആരോഗ്യവുമായി അല്ലേ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ലാ തക്തോൽ അഷ്ജാർ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ലാ തുലവ്വിസുൽ മിയാ നല്ല വെള്ളം കുടിക്കുക. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഹുബ്ബുൽ വത്തനി ഷിയമുന രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അടുത്തത് ഹാഫിദ് അല നലാഫത്തുൽ അസ്നാൻ പല്ലുകൾ നന്നായിട്ട് വൃത്തിയാക്കുക എന്നതും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അത്തുറുക്കുൽ മഷ്റൂബാത്തുൽ മുസ്തനിയ നമ്മുടെ പുറത്തുനിന്നുള്ള പാനീയങ്ങൾ ഉണ്ടാവില്ല, അത്തരത്തിലുള്ള പാനീയങ്ങളൊന്നും കുടിക്കരുത്, ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അതും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അൽ ഹിന്ദു വത്തനു ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. ലാ തക്തോൽ അസ്ഹാർ പൂക്കൾ പറിക്കരുത്. അതും ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഈ റെഡ് കളറിലുള്ളത് മാത്രമാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്. ഇത് മാത്രമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അവസാനം ഒന്നും കൂടെ ഉണ്ട്. ഇഷ്റബുൽ മാ നക്കിയ നല്ല തെളിഞ്ഞ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളതും ഇതാണ്. ഇനി അടുത്ത പ്രവർത്തനം 3 അർ റിസാലത്താണ്. ഒരു കത്ത് വന്നിട്ടുണ്ട്. അൽസർ ഷെഫീഖ് റിസാല ഇല സ്വദീഖി നാസിഫ്. തൻ്റെ കൂട്ടുകാരനായ നാസിഫിൽ നിന്നും ഷെഫീഖിന് ഒരു കത്ത് കിട്ടി. നെക്രോ റിസാല വ നെക്തുബ് അജ്സാഹ. എന്നിട്ട് ആ റിസാല ഇവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ അജ്സാഹുകൾ അതിൻ്റെ പാർട്സുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വദീഖി ഹബീബ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. തഹിയത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ ബാദ്. നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യം പറയുന്ന വാക്കുകളാണ് അല്ലേ. ഒരു എന്താ പറയുക, സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുന്നതാണത്. അനാഫിയെ ഹൈരിം വാഫിയ അർജു അന്നകഫി ഹൈർ. ഞാൻ വളരെ സന്തോഷത്തിലും ഹാഫിയത്തിലുമാണ്, നീയും അങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. നേനുഫി ഹാലത്തി മുദിറ ബിസബിൽ അഖ്ലാഖിൽ കാമില. എന്താണ്? ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണാനോ ഒന്നിനും പറ്റുന്നില്ല. ലാ നഖ്ദിറു അല ഹുദൂറിൽ മദ്രസ. നമുക്ക് സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. വലാ നഖ്ദിറു ലിഖാൽ അസ്തിഖായിന. നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കാണാനും കഴിയുന്നില്ല. മാഹുല അയ്യാമനൽ മദ്രസിയ. എന്ത് രസമായിരുന്നു അന്നത്തെ സ്കൂൾ കാലങ്ങൾ എന്ന് പറയുന്നത്. അൻ യർഫ ആദിൽ മുസീബത്ത് ഫൗറൻ. അള്ളാഹു എത്രയും വേഗം ഈ ഒരു വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും ഒഴിവാക്കി തരാൻ നമുക്ക് ദുആ ചെയ്യാമെന്നാണ് പറയുന്നത്. കാലിക്കൂത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വദീഖുക മുഹിബ്, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷെഫീഖ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ
മുർസിൽ ആരാണ്, മുർസിൽ ഇലേഹി ആരാണ് എന്നൊക്കെ എഴുതണം. ആരാണ് മുർസിൽ? ഇത് കിട്ടിയതായിരിക്കായിരുന്നു, അല്ല ഇത് എഴുതിയത് ആരാണ്? ഷെഫീഖാണ്. മുർസിൽ ഇലേഹി ആരാണ്? നാസിഫാണ്. ഇതിൽ തഹിയത്ത് എന്ന് പറയുന്നത് തഹിയത്തും തൊയ്യബത്തും മുബാറക്കത്തും ബാദ്. മക്കാൻ എവിടെയാണ്? ഇവിടെ താഴെയുണ്ട് കാലിക്കൂത്ത്. താരിഹ് ഇവിടെ തന്നിട്ടുണ്ട്, അതും എടുത്ത് എഴുതുക. ഓക്കെ, വളരെ സിമ്പിൾ ആണല്ലേ. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അനാസിറുല്ലുവ, നമ്മുടെ ഭാഷയിലുള്ള കഴിവാണ് നോക്കുന്നത്. നുക്കമ്മിലു ജുംല ബിൽ ഹുറൂഫിൽ മുനാസിബ, താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇസ്തൈഖദ റാഷിദ് ഡാഷ് നൗമി മുബക്കിറൻ, റാഷിദ് എഴുന്നേറ്റു ഉറക്കത്തിൽ. എന്താണ്? ഉറക്കത്തിൽ നിന്നും. അപ്പം നിന്നും എന്ന് വരാൻ നമ്മളവിടെ ചേർക്കേണ്ടത് മിൻ എന്നാണ്. ഓക്കെ. രണ്ടാമത്തത് സഹബ റാഷിദ്, റാഷിദ് പോയി ഡാഷ് മദ്രസ സ്വബാഹ, സ്കൂളിൽ രാവിലെ. എന്താണ്? സ്കൂളിലേക്ക് അല്ലെ, ലേക്ക് എന്ന് പറയണമെങ്കിൽ നമ്മൾ ടു എന്ന് ചേർക്കണമെങ്കിൽ ഇല എന്ന് ചേർത്ത് കൊടുക്കണം. മൂന്നാമത്തേത് വലാ റാഷിദ് ഹക്കീബ ഡാഷ് തോവില, റാഷിദ് ബാഗ് വെച്ചു തോവില മേശയിൽ. മേശയുടെ എവിടെ വെക്കുക? മേശയുടെ മുകളിലാണ് വെക്കുക അല്ലേ. അപ്പോൾ അല തോവില എന്നാണ് കൊടുക്കേണ്ടത്. അടുത്തത് നെഹ്താർ ജവാബ് സ്വായി, ശരിയായ ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ദുക്കൽ ജറസുഫിസ, ബെല്ലടിച്ചു സമയം. ഏത് സമയമാണ്? അഷറയാണോ ആഷിറാണോ ആഷിറത്താണോ? ഏതാണ്? ഇവിടെ സാ എന്നുള്ളത് മുഅന്നസ് ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മുഅന്നസ് ആണ് വരേണ്ടത്. അപ്പോൾ അഷറയായിരിക്കുമോ ആഷിറായിരിക്കുമോ? ഇവിടെ 10ാമത്തെ അല്ലേ, 10 എന്നല്ല 10ാമത്തെ എന്നാണ് വേണ്ടത്. അതുകൊണ്ട് അവിടെ ആഷിറ എന്നാണ് ഉപയോഗിക്കേണ്ടത്. 2, ഫിസൊഫി ഡാഷ് ഔലാദ്, ക്ലാസ്സിലുണ്ട് കുട്ടികൾ, ആൺകുട്ടികൾ. എത്രയാണ്? ഹംസത്താണോ ഹംസാണോ ഹാമിസാണോ? ഇവിടെ 5 എന്നുള്ള നമ്പറാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ 5ാമത്തെ കുട്ടിയല്ല, 5 കുട്ടികളാണ് വേണ്ടത്. പിന്നെ ഔലാദ് എന്നുള്ളത് എന്താണ്? മുദക്കറാണ്, കാരണം വലതാണ് അതിൻ്റെ ഇത് ബേസ് വേർഡ് അല്ലേ. അപ്പോൾ വലതാണ് ഔലാദായിട്ട് മാറിയത്. അപ്പോൾ വലത് മുദക്കറായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മദൂദ് എന്ന് പറയുന്നത് എപ്പോഴും മുഅന്നസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹംസത്തു എന്ന് ചേർക്കണം. ഹംസത്തു ഔലാദ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ. ഇനി അടുത്തതൊരു മുദക്കിറയാണ്. നുക്കമ്മിൽ മുദക്കിറ അല ലൗ ഇ സൂറ, ഈ ചിത്രം നോക്കിക്കൊണ്ട് നിങ്ങളോട് ഒരു മുദക്കിറ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ മുദക്കിറ നമുക്ക് നോക്കാം. ആദിഹി ഇഷാറ മുറൂറ, ഇതെന്താണ്? ട്രാഫിക് സിഗ്നൽ ആണ് അല്ലേ. ഇനി ഫിഹ, അതിലുണ്ട് ഡാഷ് അൽവാൻ, നിറങ്ങളുണ്ട്. എത്രയാണ്? സലാസത്തു അൽവാൻ. ഹിയ, അതേതൊക്കെയാണ്? അഹ്മർ, ഒന്ന് അഹ്മറാണ്. വ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? വ അഹ്ലർ വ അസ്ഫർ. ഓക്കെ. ഇനി ഹീനമാ യുറ ലൗ അഹ്മർ, നമ്മൾ റെഡ് നിറം കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡാഷ് മറാക്കിബ്, വാഹനങ്ങളെ നോട്ട് യക്കിഫു അല്ല തെക്കിഫു ആണ് അല്ലേ. തെക്കിഫുൽ മറാക്കിബ്, വാഹനങ്ങൾ നിർത്തണം. തെജറിൽ മറാക്കിബ് ഇന്ദമാ യുറ ലൗ ഉൽ അഹ്ലർ, അപ്പോൾ ഗ്രീൻ കളർ കാണുമ്പോൾ നമ്മൾ പോവുകയും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബർനാമിജാണ്. ഹസല ജാബിർ അല ദർജത്തിൽ ഉലാഫി ഖുതുബത്തിൽ അറബിയ ബി മുനാസബത്തിൽ ഇഹ്തിഫാലി യൗമിൽ ആലമി ലുഗത്തുൽ അറബിയ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അതിൽ ഹുത്തുബത്തിൽ അറബിയ, അറബി പ്രസംഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ജാബിറിനാണ് കിട്ടിയത്. ജറത്ത് ഫി മദ്രസത്തി ഹഫ്ലത്തിൽ തഹ്നിയത്തിൽ ജാബിർ, അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജാബിറിനെ ആശംസ അറിയിക്കാൻ വേണ്ടി സ്കൂള് ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചു. റഅസ ഉദുവുൽ മജ്ലിസുൽ കർവി ഫിൽ ഹഫ്ല, ഈ ഒരു ചടങ്ങ് ആരാണ് അധ്യക്ഷത വഹിച്ചത്? ഉദുവുൽ മജ്ലിസുൽ കർവി, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. കാമ ബി ഇഫ്തിതാഹ് ഹഫ്ലത്ത് റയീസുൽ മജ്ലിസുൽ കർവി എന്ന പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ഈ ഉദ്ഘാടനം നിർവഹിച്ചത്, ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അൽക്കാ റയീസുൽ ലജ്നത്തുൽ ഔസിയാഉൽ മുദർരിസീൻ, ഇതിന്റെ റയീസ് എന്ന് പറയുന്നത് ഇവിടെ ആശംസ അറിയിച്ചത് ഒന്ന് ആരാണ്? PTM പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ വാമീനുൽ ലജ്നത്തുൽ മുദർരിസീൻ ടീച്ച് കൗൺസിലിന്റെ പ്രസിഡന്റും ഇവിടെ ആശംസ അറിയിക്കുകയുണ്ടായി. അൽക്കാ നാദിറുൽ മദ്രസ കലിമത്തു തർഹീബ് വ മുദരിസു ലോത്തുൽ അറബിയ, ഇവിടെ കലിമത്തു തർഹീബ് നടത്തിയത് ആരായിരുന്നു? ലോത്തുൽ അറബിയ, അറബി അധ്യാപകനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കാം. കലിമത്ത് തർഹീബ് ആരായിരുന്നു? നാദിറുൽ മദ്രസ. അതുപോലെ തന്നെ റയീസ് എന്ന് പറയുന്നത് ഉലുവുൽ മജ്ലിസുൽ കർവി, ഇഫ്തിതാ എന്ന് പറയുന്നത് റയീസുൽ മജ്ലിസുൽ കർവി. അതുപോലെ കലിമത്തു തഹാനി 2 പേരുണ്ട്, ഒന്ന് റയീസുൽ ലജ്നത്തുൽ ഔസിയാ വൽ മുദരിസീൻ, ഒന്ന് അമീനുൽ ലജ്നത്തുൽ മുദരിസീൻ. കലിമത്ത് ശുക്ർ നടത്തിയത് ആരായിരുന്നു? മുദരിസുൽ ലോത്തുൽ അറബിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു തക്രീറിൽ നിന്നും ഒരു റിപ്പോർട്ടിൽ നിന്നും നമ്മൾ ഒരു ബർനാമിജ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി
അടുത്ത പ്രവർത്തനം നോക്കാം. നുക്കമ്മിൽ മൻലൂമ അല ലൗ ഇസൂറ. ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മൻലൂമ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കറിയത്തി ജമീലത്തുൻ, എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. ഹയാത്തുന മുരീഹ, ഞങ്ങളിവിടെ വളരെ സന്തോഷത്തോടു കൂടി വളരെ റിലാക്സ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ബുയൂത്തുഹ നലീഫത്തുൻ, ഞങ്ങളുടെ വീടുകളെല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. മിയാഹുഹ നഖിയത്തുൻ, വെള്ളം എന്ന് പറയുന്നതും വളരെ നല്ല വെള്ളമാണ്. ഓക്കെ, കറിയത്തി ഡാഷ് എന്ത് ചേർക്കാം? ജമീലത്തുൻ അല്ലെ. കറിയത്തി ജമീലത്തുൻ ഹയാത്തുഹ ലത്തീഫുൻ ഡാഷ് കസീറത്തുൻ അസ്മാറുഹ ലദീദുൻ, നല്ല ഫലഭൂയിഷ്ടമായ നല്ല ടേസ്റ്റുള്ള പഴങ്ങളുണ്ട്. അപ്പോൾ എവിടെയായിരിക്കും? അഷ്ജാറുഹ കസീറത്തുൻ, ധാരാളം മരങ്ങളുണ്ട്, ഫലഭൂയിഷ്ടമായ നല്ല ടേസ്റ്റുള്ള പഴങ്ങളുമുണ്ട്. കറിയത്തി ജമീലത്തുൻ പിന്നെ ഡാഷ് അത്തീറത്തുൻ, അത്തീർ എന്ന് പറഞ്ഞാൽ സ്മെല്ല് അല്ല, മണം എന്നാണ്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം? മണമുള്ളത് പൂക്കളാണ്. സുഹൂറുഹ അത്തീറുൻ. ഇനി അടുത്തത് ജിബാലുഹ റഫീയത്തുൻ ഹുക്കൂലുഹ ഖലീറത്തുൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അൽ ഹിവാറാണ്, ഒരു കോൺവെർസേഷൻ ആണ്. നെക്രോൽ ഫിക്ര വനുക്കമ്മിലുൽ ഹിവാർ, താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് ഹിവാർ പൂരിപ്പിക്കണം. അഹമ്മദ് മുസാരിവൻ മഷ്ഹൂറുൻ, അഹമ്മദ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായ ഒരു കർഷകനായിരുന്നു. ഉംറുഹു സമാനു നസന, അദ്ദേഹത്തിന് 80 വയസ്സായി. യഈഷു ഫിഫാറയും വസൂർ, വളരെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹസല അല ജായ്സതി കർഷകമിത്ര, അദ്ദേഹത്തിന് കർഷകമിത്ര അവാർഡ് ലഭിച്ചു. ബൈത്തുഹ ഫിക്കറിയത്തുൻ, വീട് ഗ്രാമത്തിലാണ്. കലാ ഉംറുഹു ബൈനൽ വുദൂർ വഹുക്കൂൽ, അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ഈ വയലുകളിലൊക്കെയാണ് ചെലവഴിച്ചിരുന്നത്. യദ്റൗഫി അർലിയത്തിൽ ഹലറവാത്ത് വൽ ഫവാക്കി അവൽ അർസ്, അദ്ദേഹം പച്ചക്കറികളും പഴങ്ങളും അതുപോലെ തന്നെ നെല്ലും ഒക്കെ കൃഷി ചെയ്തിരുന്നു. എസ്തഖ്ദിമുൽ അസ്മിദ വ തബീഅ ഫഖദ്, അദ്ദേഹം എന്താണ് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അഖ്ലാഉൽ ഉസ്രത്തി യുസാഇദുനഹു ഫിസ്സിറ, വീട്ടിലെ അംഗങ്ങളെല്ലാം അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു കൃഷിയിൽ. യൗമൻ സാറ റാഷിദ് അഹമ്മദ് ഫദാറ ബൈനഹുമാ ഹിവാർ നുക്കമ്മിലുൽ ഹിവാർ, ഒരു ദിവസം റാഷിദ് അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ഒരു ഹിവാർ ഉണ്ടായി, ഒരു സംഭാഷണം നടന്നു. അതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഓക്കെ, റാഷിദ് സ്വബാൽ ഖൈർ, അഹമ്മദ് സ്വബാഹൻ നൂർ. റാഷിദ് അന്ത മുസാരിഉൻ മഷ്ഹൂർ, നിങ്ങൾ പ്രസിദ്ധനായ കർഷകനാണോ? പിന്നെ എന്തോ ചോദിക്കുന്നുണ്ട്. അഹമ്മദ് പറയുന്നുണ്ട് സമാനൂന സന, 80 വയസ്സ്. അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എത്ര വയസ്സായി എന്നല്ലേ. കം മുമ്രുക്ക, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പം അഹമ്മദ് പറയും സമാനൂന സന. റാഷിദ് ഐ ജായിസ അസ്വലത്ത്, നിങ്ങൾക്ക് ഏത് അവാർഡാണ് കിട്ടിയത്? അഹമ്മദ് പറയും എന്ത് അവാർഡാണ്? കർഷകമിത്ര അല്ലെ. ജായിസ കർഷകമിത്ര. വീണ്ടും റാഷിദ് ചോദിക്കും മാതാ തസ്റൗഫിൽ അർലിക്ക, നിങ്ങൾ എന്താണ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നത്? എന്തൊക്കെയായിരുന്നു? ഖലറവാത് വഫഹാക്കിയ വൽ അറുസ്, അപ്പം അതൊക്കെ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. റാഷിദ് ഐ അസ്മിദത്തിൻ തസ്തഖ്ദിമു, നിങ്ങൾ എങ്ങനെയുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? അഹമ്മദ് പറയും അൽ അസ്മിദത്തു ത്വബിഇയ്യ, ഞാൻ പ്രകൃതിപരമായിട്ടുള്ള വളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. റാഷിദ് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. അഹമ്മദ് പറയും അള്ളാ ഉസ്രത്ത് യുസാഇദുനനി, എന്നെ എൻ്റെ വീട്ടുകാർ സഹായിക്കുന്നുണ്ട്. അപ്പം ആരാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന് ചോദിക്കാം അല്ലേ. മൻ യുസായിദൊക്കെ ഫിസറ, ആരാണ് നിങ്ങളെ കൃഷിയിൽ സഹായിക്കാറ്? അപ്പോൾ പറയും എൻ്റെ വീട്ടുകാർ സഹായിക്കും. റാഷിദ് വീണ്ടും ചോദിക്കും കൈഫത്ത് ആയിഷു, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പം അഹമ്മദ് പറയും ആയിഷു ഫിഫറയും വസുറൂർ, ഞാൻ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക, എന്നിട്ട് ഓരോന്നിൻ്റെയും ഉത്തരം എഴുതുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.